ശാസ്താംപാറ. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശാസ്താംപാറ. തിരുവനന്തപുരത്തിന്റെ നഗരത്തിരക്കിൽ നിന്ന് മാറി തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ കാഴ്ച കാണാനും വിശ്രമിക്കാനും പറ്റിയ ഒരിടമാണ് ശാസ്താംപാറ. ശാസ്താവിന്റെ പാറ എന്ന അർത്ഥത്തിലാണ് ശാസ്താംപാറ എന്ന പേര് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. അടുത്തായി പാറയുടെ മുകളിലായി തന്നെ ഒരു ശാസ്താക്ഷേത്രവുമുണ്ട്. കരോട്ട് മൈലപ്പറമ്പ് ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പാറക്കെട്ടിന് മുകളിൽ നിന്നുള്ള ക്ഷേത്രത്തിന്റെ കാഴ്ചയും മനോഹരമാണ്. 360 ഡിഗ്രി വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് എടുത്തു പറയേണ്ട പ്രത്യേകത. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. വിളപ്പിൽ പഞ്ചായത്തിലെ മറ്റൊരു ടൂറിസം കേന്ദ്രം കൂടിയായ കണമ്പുപാറയും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിളപ്പിൽ ശാലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ശാസ്താംപാറയിലേക്ക്. ഒരു കയറ്റത്തിലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. മനോഹരമായ ഒരു കവാടമാണ് ശാസ്താംപാറയ്ക്കുള്ളത്. അത്ര ആയാസമുള്ള കയറ്റമൊന്നുമല്ല. ചവിട്ടിക്കയറാൻ പടികളും കൈപിടിക്കാൻ ഹാൻഡ് റെയിലുകളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കവാടം കടന്നു ചെന്ന് ടിക്കറ്റ് എടുത്ത് വേണം മുകളിലേക്ക് കയറാൻ. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് നിരക്ക്. 5 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട. നമുക്ക് ക്യാമറയുമായി മുകളിലേക്ക് പോകണമെങ്കിൽ 250 രൂപ അടയ്ക്കേണ്ടതുണ്ട്. മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിന് നിയന്ത്രണങ്ങളില്ല. ശാസ്താംപാറയുടെ മനോഹാരിതയിലേക്ക് കയറാൻ തുടങ്ങുന്ന ഇടത്ത് തന്നെ വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും മണ്ഡപവുമുണ്ട്. ഇവിടെ ഒരു ചെറിയ കഫറ്റീരിയ കൂടി ഒരുക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇവിടം പ്ലാസ്റ്റിക് മുക്ത കേന്ദ്രമാണ്. നമ്മൾ അലക്ഷ്യമായി ഒരു സാധനങ്ങളും പാറ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വൈകുന്നേരമാണ്. സൂര്യാസ്തമനത്തിന്റെ ഉജ്ജ്വലമായ വർണ്ണപ്പകിട്ട് നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും വിസ്മയിപ്പിക്കുന്നതാണ്. വെള്ളിമേഘങ്ങൾ ഒഴുകി നടക്കുന്നതും അതിമനോഹരമായ കാഴ്ചകളാണ്. കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം എന്നു മാത്രം. പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ വിശ്രമിക്കാനുള്ള മണ്ഡപങ്ങളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പാറയ്ക്കും മുകളിലായി തലപ്പാറ തമ്പുരാന്റെ ഒരു ക്ഷേത്രമുണ്ട്. തികച്ചും ശാന്തമായി ഭക്തിസാന്ദ്രമായ നിമിഷം ഇവിടെ ചിലവിടാം എന്നത് ഇവിടത്തെ പ്രത്യേകതയാണ്. ഇവിടത്തെ മറ്റൊരാകർഷണീയത എന്നത് കുട്ടികളുടെ പാർക്കാണ്. ഒരു കളിസ്ഥലം കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം.
ശാസ്താംപാറയിൽ അത്ഭുതകരം എന്ന് പറയേണ്ട ഒരു പ്രത്യേകതയാണ് പാറയുടെ മുകളിലുള്ള 2 വറ്റാത്ത കുളങ്ങൾ. ഒന്ന് കുട്ടികളുടെ പാർക്കിനോട് ചേർന്നും മറ്റൊന്ന് അതിനു മുകളിലുള്ള പാറയിലുമാണ്. മത്സ്യങ്ങളും ആമ്പലുകളും നിറഞ്ഞതാണ് രണ്ടാമത്തെ കുളം. അത് നമ്മളെ തീർച്ചയായും വിസ്മയിപ്പിക്കും. പാറമുകളിൽ നിന്ന് ഏത് ദിക്കിലേക്ക് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചയാണ്. ശാസ്താംപാറയിൽ വളർന്നു വരുന്ന സസ്യജാലങ്ങളും പൂച്ചെടികളും ഇവിടുത്തെ സുന്ദര കാഴ്ചയാണ്. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അറബിക്കടലും അഗസ്ത്യാർകൂടവും കാണാമെന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഇതൊക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കാരണമാകുന്നത്. 10 വർഷമായി ശാസ്താംപാറ ഒരു അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രം ആയിട്ട്. അതിനു മുന്നേ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നുവെങ്കിലും എണ്ണത്തിൽ വളരെ കുറവും പ്രദേശവാസികളും മറ്റുമൊക്കെയായിരുന്നു. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതിക്ക് സാധ്യതാ പഠനങ്ങളെല്ലാം നടത്തിയതും ശാസ്താംപാറയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് പേയാട്, തച്ചോട്ടുകാവ്, മുങ്ങോട്ട് വഴി 14 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ശാസ്താംപാറയിലെത്താം. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രവേശനം. 7:30 കഴിഞ്ഞാൽ ആളുകളെ പാറയുടെ മുകളിൽ നിന്നും താഴോട്ടിറക്കും. ഈ ദിവസത്തെ മനോഹര കാഴ്ചകൾ ഒന്നുകൂടി കണ്ടു എന്ന നിർവൃതിയോടെ നിങ്ങൾക്ക് ശാസ്താംപാറയിൽ നിന്ന് മടങ്ങാവുന്നതാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന വിളപ്പിൽശാല ഇനി അറിയപ്പെടാൻ പോകുന്നത് ശാസ്താംപാറയുടെ പേരിലായിരിക്കും. യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രകൃതി സ്നേഹികളെയും ശാസ്താംപാറയിലേക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഗ്രാമക്കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.